ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളിയസ് ചെടിയെക്കുറിച്ചുള്ളതാണ്. കണ്ണാടി ചെടി, മാസമാറി ചെടി, തിരിഹൃദയ ചെടി എന്നീ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. എല്ലാ മാസവും കണ്ണാടി ചെടിയുടെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഒരുപക്ഷെ അതുകൊണ്ടാവാം മാസം മാറി എന്ന പേര് വന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ആദ്യം തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2 ദിവസം നല്ല മഴയായിരുന്നു. അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴയ്ക്ക് മുമ്പായിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിന് കഴിഞ്ഞില്ല. എന്തായാലും മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത് കാരണം നല്ല വെറൈറ്റി ആയിട്ടുള്ള നന്നായി വളർന്നു വന്നിട്ടുള്ള കണ്ണാടി ചെടികളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. കണ്ണാടി ചെടി മാത്രമല്ല, ചൈനീസ് ബോൾസും ഒക്കെ മണ്ണിടിഞ്ഞ് വീണ് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്ലാന്റ്സ് ഇല്ലാതായി പോയി. എന്തായാലും ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ണാടി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കളക്ഷൻസൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ കയ്യിലും കുറേ വെറൈറ്റി ആയിട്ടുള്ള കോളിയസ് പ്ലാന്റ് ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മറ്റു ചെടികളെക്കാളും അഴക് കൂടുതലാണ് കണ്ണാടി ചെടിക്ക്. ഒരു തണ്ട് കട്ട് ചെയ്ത് നട്ടാൽ മതി നിറയെ കോളിയസ് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ തണ്ടും ഇലയും കിളിർക്കും. ഇല മുളപ്പിക്കുന്ന വിധം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഐക്കാർഡിലും കൊടുക്കാം. അത് മറക്കാതെ ഒന്ന് കണ്ടു നോക്കണേ. കോളിയസ് പ്ലാന്റ് നിലത്ത് നടുമ്പോൾ നല്ല കുറ്റിയായിട്ട് വളരുന്നത് കാണാം. ഞാൻ ഈ പ്ലാന്റിന് അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് മഴയില്ലാത്ത സമയത്തൊക്കെ. ഇപ്പോൾ ഞാൻ ഈ ഒരു കോളിയസ് പ്ലാന്റ് ഒരു ഗ്ലാസ്സിൽ ഒരല്പം വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇതിൽ വേര് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും വേര് വരാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ എടുത്ത് മണ്ണിൽ നട്ടു കൊടുത്താൽ മതി. ഇങ്ങനെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇതിൽ വേര് വരണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി. കോളിയസ് പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഇലയ്ക്കാണ് ഏറ്റവും ഭംഗി. നല്ല നിറമാണ്, നല്ല വൈവിധ്യമാണ്, നല്ല ആകർഷകത്വമുള്ളൊരു പ്ലാന്റാണ്. ഇത് കൂടുതൽ അലങ്കാര സസ്യമായിട്ട് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്നത്. തണൽ കൂടുതൽ ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെയായി ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുന്നത്. ഒരുപാട് വെയിൽ താങ്ങത്തില്ല. ഇത്രയധികം വർണ്ണങ്ങളിൽ ഇത്ര നല്ല ഇലകളുള്ള അലങ്കാര ചെടികൾ വളരെ കുറവ്, അപൂർവമാണ്. പിന്നെ ഒരുപാട് ഉയരം വെക്കാത്തൊരു ചെടിയാണിത്. എങ്കിലും ചിലതൊക്കെ നന്നായിട്ട് നീളം വെച്ച് പോകുന്നതായിട്ട് കാണാം. അത് ശരിയായ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. കോളിയസ് പ്ലാന്റിന് ഒത്തിരി ശാഖകളുണ്ട്. പണ്ടൊക്കെ ഒരുപാട് വെറൈറ്റി കളർ കോളിയസ് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ മെറൂണ്, ഓറഞ്ച്, പർപ്പിൾ എന്നിങ്ങനെ പല നിറങ്ങളിൽ കാണാം ഈ ഒരു പ്ലാന്റ്. കോളിയസിൽ പൂ ഉണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളരത്തുള്ളൂ. കോളിയസിൽ പൂവുണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ആ പ്ലാന്റിന് ഭംഗി കൂടത്തുള്ളൂ. ഇങ്ങനെ ചെയ്താൽ എളുപ്പം വാടി അഴുകി ഒന്നും പോകത്തില്ല. കോളിയസ് ചെടിച്ചട്ടിയിൽ നടുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഇനിയിപ്പോൾ തറയിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് വളരും, നല്ല തിക്കായിട്ട് വളരുന്നതായിട്ട് കാണാം. പിന്നെ ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല അലങ്കാരമാണ്, നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് നടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. എല്ലാവരും ഇതുപോലെ കണ്ണാടി ചെടികൾ കളക്ട് ചെയ്ത് നട്ട് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.